ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം നോമ്പ് കാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം ഇവ മൂന്നും പാലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, ഈ 3 കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ രഹസ്യമായിട്ട് വേണം അത് നീ നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനെന്ന്. അതുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഇത്തരത്തിൽ പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്നുള്ള ഒരു വചനം ഉപയോഗിക്കുന്നുണ്ട്. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉപവാസവുമായി ബന്ധപ്പെട്ട് ഉപവസിക്കുമ്പോൾ മുഖം കഴുകി മ്ലാനതയെല്ലാം ഒഴിവാക്കി ജീവിക്കണമെന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈശോ പങ്കുവയ്ക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികളും രഹസ്യത്തിൽ ചെയ്യണമെന്നാണ് ഈശോ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ചിന്ത ഇപ്രകാരമാണ്: ഉള്ളത്തിൽ നന്മയുള്ള വ്യക്തികളെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഒരു കഥയിലൂടെ ഞാൻ ഈ ഒരു സംഭവം വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഉത്സവ പറമ്പിൽ ഒരു ബലൂൺ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ബലൂണുകൾ വിൽക്കുവാനായിട്ട് നിൽക്കുന്ന ഒരു സമയം. കുട്ടികളൊന്നും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കച്ചവടം വളരെ മന്ദഗതിയിൽ പോകുന്ന അവസരത്തിൽ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന 1-2 ബലൂണുകൾ അതിൻ്റെ നൂലുകൾ പൊട്ടിച്ച് മുകളിലേക്ക് പറത്തിവിട്ടു. ഹീലിയം എന്ന വാതകം നിറച്ചിട്ടുള്ള ഈ ബലൂണുകൾ മുകളിലേക്ക് പൊങ്ങി പോകുന്നത് കണ്ട് ആളുകളെല്ലാം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പലരും കൈ ചൂണ്ടി പറന്നു പോകുന്നതിനിടയിൽ കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ ഇടയിലൂടെ പോകുന്ന ബലൂണുകൾ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ആ പൂരപ്പറമ്പിലുണ്ടായിരുന്ന എല്ലാവരും അവരുടെ ഓരോ നിമിഷത്തെ പ്രവർത്തികളെല്ലാം മാറ്റിവെച്ച് ഈ ഉയർന്നു പോകുന്ന ബലൂണിനെ കുറിച്ച് നോക്കി സംസാരമായി, ചിരിയായി. അങ്ങനെ സമയം കടന്നുപോയി. കുറച്ച് കുട്ടികൾ ഇതിൽ ആകൃഷ്ടരായിട്ട് ഈ ബലൂൺ വിൽക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ആ കുട്ടികളെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞു. അദ്ദേഹത്തെ കുറച്ച് കച്ചവടങ്ങളൊക്കെ നടന്നു പോകുന്ന അവസരത്തിൽ വീണ്ടും കുട്ടികൾ വലിയ ആവേശത്തിലായി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, 1-2 ബലൂണുകൾ പൊക്കി വിടാമോ? അങ്ങനെ ഓരോ കുട്ടികൾ പറഞ്ഞതനുസരിച്ച് ഓരോ കളറിലുള്ള ബലൂണുകൾ അദ്ദേഹം ഉയർത്തി വിടുകയാണ്. അങ്ങനെ ആ പൂരപ്പറമ്പ് മുഴുവൻ ആളുകളെല്ലാം ഈ ബലൂണുകൾ നോക്കുന്നു. ആ പൂരപ്പറമ്പിലുള്ള കുട്ടികളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അങ്ങനെ കച്ചവടം പൊടി പൊടിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഒരു കറുത്ത കളറുള്ള ഒരു കുട്ടി മുന്നോട്ട് കടന്നു വന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, ചേട്ടാ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. സംശയം ഇത്രയേ ഉള്ളൂ. ചേട്ടൻ ഉയർത്തി വിട്ട ബലൂണുകൾ പല കളറുണ്ട്. നീലയുണ്ട്, ചുമലയുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. ഇത്തരത്തിലുള്ള ബലൂണുകളെല്ലാം മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കണ്ടു. ആ കൂട്ടത്തിൽ കറുത്ത ബലൂണുകളൊന്നും ഉയർന്നു പൊങ്ങിയില്ല. കറുത്ത ബലൂൺ ഉയർന്നു പൊങ്ങുമോ? അദ്ദേഹത്തോട് കുട്ടിയുടെ സംശയം ഇതായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ നോക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കൂട്ടിലിനുള്ളിൽ നിന്നും ഒരു കറുത്ത ബലൂൺ എടുത്ത് അത് വീർപ്പിച്ച് അതിനുള്ളിൽ ഈ പറഞ്ഞ ഹീലിയം എന്ന വാതകം നിറച്ച് അത് മുകളിലേക്ക് ഉയർത്തി വിട്ടു. അത് കണ്ടപ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷമായി. കുട്ടി കരങ്ങൾ അടിച്ച് ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ കുട്ടിയോട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ബലൂൺ അതിൻ്റെ കളറിനനുസരിച്ചല്ല അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നത്, മറിച്ച് അതിനുള്ളിലുള്ള വാതകം ഏതാണോ അതാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത് എന്ന് ഈ വ്യക്തി ആ കുട്ടിയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ഈ ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഉള്ളത്തിലുള്ള നന്മകളാണ് നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നത് മനസ്സിലാക്കുവാനായിട്ട് ഈ ചിന്ത, ഇന്നത്തെ സുവിശേഷ ഭാഗം അല്ലെങ്കിൽ ഈ കഥ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ബാഹ്യമോടിയായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിൻ്റെ അലങ്കാരം, മറിച്ച് ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശ്രേഷ്ഠവുമായ ആത്മീയമായ അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് എന്ന്. പ്രിയമുള്ളവരെ, ബാഹ്യമായ പിന്നിയ മുടി, സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ അല്ലെങ്കിൽ വിശിഷ്ട വസ്ത്രങ്ങളൊന്നും അല്ല നമ്മുടെ അലങ്കാരം, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക രത്നം എന്നാണ് പറയുന്നത്. വിശിഷ്ടമായ ആത്മീയമായ ആന്തരിക വിശിഷ്ടമായ സൗമ്യവും ശ്രേഷ്ഠവുമായ ആത്മീയമായ ആന്തരിക രത്നമണിഞ്ഞ അനശ്വരമായ വ്യക്തിത്വമാണ് എന്നാണ് പൗലോസ്ലീഹ പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു ഗുണം, നമ്മുടെ ഉള്ളാണ് ഏറ്റവും ആദ്യം നമ്മൾ വെടിപ്പാക്കേണ്ടത്. പിന്നീടാണ് നമ്മൾ ബാഹ്യമായ മോടികൾ ശ്രദ്ധിക്കുക.
ഈ നോമ്പ് കാലത്തിൽ നമ്മൾക്ക് ഉള്ളം വൃത്തിയാക്കാനുള്ള ഒരു സമയമാണ്. നമ്മുടെ ഉള്ളിൻ്റെ നന്മ കണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നതും ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതും. ഈ ഒരു ചിന്ത ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.